എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നല്ല സന്തോഷമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി നിങ്ങളാണ് സന്തോഷിക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ തുടങ്ങിയപ്പോൾ ഇമ്പ്രൂവ്മെന്റ് തുടങ്ങിയ പ്ലസ് 1 ഇമ്പ്രൂവ്മെന്റ് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സാറേ 3 മാസം കൊണ്ട് പ്ലസ് 1 ഇമ്പ്രൂവ്മെന്റ് തീർക്കുമോ? പറ്റത്തില്ല സാറേ, ഒരു വർഷത്തെ ടോപ്പിക്ക് എങ്ങനെ 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല സാർ. ഞാൻ അന്ന് പറഞ്ഞ ഒരേ ഒരു മറുപടി, ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടികൾക്ക് പ്ലസ് 1 ഇമ്പ്രൂവ്മെന്റ് പ്ലസ് 1 ക്ലാസ് 3 മാസം കൊണ്ട് തീർത്ത് കൊടുക്കുന്ന ഒരു അധ്യാപകനായിട്ട് കോൺഫിഡൻസിൽ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഈ നിമിഷം എത്ര കഷ്ടപ്പെട്ടായാലും നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ. ഇത് 2 ക്ലാസ് മതി. ഇന്നത്തെ ക്ലാസ്സും ശനിയാഴ്ചത്തെ ക്ലാസ്സും. അത് നമ്മൾ വിചാരിക്കും, അയ്യോ അതുകൊണ്ട് ഫിസിക്സ് തീർന്നു. ഇല്ല, നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഇഷ്ടം പോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളും അഡീഷണൽ ക്വസ്റ്റ്യൻസും എല്ലാം വാരി നിങ്ങൾക്ക് തരും. നന്നായിട്ട് പഠിച്ചോണം, ഒരെണ്ണം മിസ്സാക്കരുത്. കൃത്യമായിട്ട് കാണണം. പറയത്തില്ലേ, പഴശ്ശിയുടെ യുദ്ധമുറകൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ, കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ, വലിയ വലിയ കളികൾ മാത്രം ഇനി അങ്ങോട്ട്. ഓക്കെ, അന്നേരം നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസ്സിൽ കണ്ടിരിക്കണം. ഈസി ആയിട്ട്, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ശരിയായിരിക്കാം, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നിങ്ങൾ ഈ ക്ലാസ്സിൽ കണ്ടു കഴിയുമ്പോഴായിരിക്കും ഇത്രയും സിമ്പിൾ ആണോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്? അത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങളെ ഞാൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിപ്പിച്ചിരിക്കും. 2 ക്ലാസ് ഇന്ന് വ്യാഴാഴ്ച, ശനിയാഴ്ച കൊണ്ട് ടോപ്പിക്ക് തീരും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളല്ലാതെ പഠിപ്പിച്ചു തരാനുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മണി പോലെ 60 മാർക്കും കിട്ടും കേട്ടോ. അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെയും കാണാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇത് ക്ലാസ്സുകൾ ഇനി കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പരീക്ഷയ്ക്ക് മുമ്പേ ഇപ്പോഴൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങണം. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിച്ചു തുടങ്ങുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഫ്രണ്ട്സിനോടും എല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് പറയുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഞാൻ വീണ്ടും എൻ്റെ +2 ഓൺലൈൻ അഡ്മിഷൻ റീഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിനകത്ത് എപ്പോഴും കമന്റ്സിൽ സാർ ക്ലാസ്സുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോന്ന് ഇങ്ങനെ നിരന്തരമായ ഇഷ്ടം പോലെ മെസ്സേജുകൾ വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും ഓൾറെഡി വരുന്നത് കൊണ്ട് ഞാൻ അത് റീഓപ്പൺ ചെയ്തു. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു സർക്കുലർ കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, +2 പരീക്ഷ മാർച്ചിലേക്കൊക്കെ നടത്താൻ പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ കൊല്ല ചെയ്യാൻ പോകുന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ബലിയാടാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ പോർഷൻ എല്ലാം എൻ്റെ +2 ഓൺലൈൻ ഞാൻ പോർഷൻ കവർ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് തരും. അതിനകത്ത് സംശയം വേണ്ട. 3 മാസം കൊണ്ട് +1 തീർക്കാമെങ്കിൽ എനിക്ക് 3 മാസം കൊണ്ട് +2 നല്ല അടിപൊളിയായിട്ട് തീർക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് കുട്ടികൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് വലിയൊരു ദോഷവും. അതുകൊണ്ടാണ് ഞാനത് റീഓപ്പൺ ചെയ്തത് കൃത്യസമയത്താണെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങളത് അറിയാവുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാർച്ചിലേക്കൊക്കെ പരീക്ഷ 2 മാസം കൊണ്ട് ഫുള്ള് +2 പഠിക്കുക പറ്റും. പക്ഷെ സാധാരണപ്പെട്ട കുട്ടികൾക്ക് ഇത് അറിയാതെ ഒരു മെന്റൽ ഡിപ്രഷൻ ശരിയോട് വരാതിരിക്കട്ടെ, മാർച്ചിൽ പരീക്ഷ കാണാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ +2 ഓൺലൈൻ കുട്ടികൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നവർക്ക് എല്ലാം ജോയിൻ ചെയ്യാം. പലരും അതിന്റെ പ്രൊസീജിയർ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒന്നുകൂടെ പറയാണ്, ഫുൾ ക്ലാസ് +2 ഫുൾ ക്ലാസ് എന്ന് പറയുമ്പോൾ 2 ടെക്സ്റ്റ് തീർക്കുന്ന ഫുൾ ക്ലാസ്, ഫുൾ നോട്ട്സ് വാട്സപ്പിനകത്ത് യൂട്യൂബിന്റെ പ്രൈവറ്റ് ലിങ്ക് ആണ്. അത് നിങ്ങൾക്ക് ഏത് സമയത്തും ക്ലാസ്സിൽ കാണാം. ഫുൾ ക്ലാസ്, ഫുൾ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിസ്കഷൻസ് എല്ലാം ഉൾപ്പെടെ ഒരു വർഷത്തേക്ക് 2000 രൂപയുള്ളൂ. ബെറ്റ് വെക്കുകയാണ്, ഒരധ്യാപകം പോലും കേരളത്തിലല്ല എങ്കിൽ ചെയ്യത്തില്ല അങ്ങനെ ഉറപ്പായിട്ടും. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിന്നിൽ. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ഉണ്ട്. അന്നേരം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന അതിനെക്കാട്ടിൽ ഒരു റെഗുലറായിട്ട് കേട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റൈൽ ഭയങ്കര രസമായിരിക്കും. ഉറപ്പായിട്ടും തന്നെ ഞാൻ 100% അല്ല 101% ആയിരിക്കും. അന്നേരം ജോയിൻ ചെയ്യേണ്ടവർക്ക് എല്ലാം ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പുത്തനായിട്ടുള്ള ഭാഷകൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞേ. ഇതുവരെ നിങ്ങൾ ആലോചിക്കുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും ഞാൻ തന്നിരിക്കുകയും ചെയ്യും. ഓക്കെ, അന്നേരം നോട്ട്സിന്റെ പ്രത്യേകത പറയാം. ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായ നോട്ട്സാണ്, സിമ്പിളായൊക്കെയാണ് കഷ്ടപ്പെട്ട് നോട്ട്സ് തയ്യാറാക്കിയതാണ്. ഓക്കെ, അന്നേരം പോട്ടെ, നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലേക്ക് വരാം.
കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കെമിസ്ട്രിയായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന കുറേ ടോപ്പിക് ഉണ്ട്. വേറൊന്നുമല്ല ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഒന്നുമില്ല, സിമ്പിൾ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതൊക്കെ നമുക്ക് പഠിച്ച് നമുക്ക് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ പഠിച്ച് നമുക്ക് അടിപൊളിയായിട്ട് തീർക്കണം. നിങ്ങൾ റെഡി? ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണല്ലേ? ഓക്കെ ഓക്കെ തുടങ്ങാം. ഓക്കെ, പവർ വരട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ലോസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഉദ്ഘാടനം തന്നെ ഗ്യാസ് ലോസ് ആയിക്കോട്ടെ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. 3 ചിലപ്പോൾ 3 മിനിറ്റ് മതിയായിരിക്കും. 3 മിനിറ്റ് മതി അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യാം. എന്താണ് ബോയിൽസ് ലോ? ശ്രദ്ധിച്ചിട്ടുള്ളത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എഴുതുന്ന നോക്കൂ, വോളിയം ഓഫ് എ ഗ്യാസ് വി ഇൻവേഴ്സ്ലി ആകുമ്പോൾ 1/P. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. V is equal to a constant into 1/P. അല്ലെങ്കിൽ P ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, PV is equal to a constant. ഇതാണ് മെയിൻ ഇക്വേഷൻ. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ P1 V1 equal P2 V2 equal a constant. നമ്മുടെ കഴിഞ്ഞു ബോയിൽസ് ലോ. എപ്പടി ഇருக்கு? സൂപ്പർ. അന്നേരം P is equal to constant, P1 V1 is equal to P2 V2 is equal to constant. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞേ, at constant temperature volume of a gas is inversely proportional to pressure. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, V is proportional to 1/P, V is equal to constant into 1/P, PV is equal to a constant. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ P1 V1 is equal to P2 V2 is equal to constant. അടിപൊളി. അങ്ങനെ നമുക്ക് അടുത്ത ആളിലേക്ക് കയറാം, ചാൾസ് ലോ. ചാൾസ് ലോ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ volume of a gas is directly proportional to absolute pressure. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം V is directly proportional to absolute temperature T. അന്നേരം V is equal to proportionality sign മാറ്റണമെന്നുണ്ടെങ്കിൽ equal sign കൊടുക്കുക, a constant into T. ഓക്കെ വാ? അല്ലെങ്കിൽ ഇത് തിരിച്ചുവെച്ചാൽ V/T is equal to T V/T is equal to a constant. ഇത് മെയിൻ ഇക്വേഷൻ. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ V1/T1 equal V2/T2 is equal to a constant. ഓക്കെ, അന്നേരം ചാൾസ് ലോ കഴിഞ്ഞു. എന്താണ് ചാൾസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് temperature. V is proportional to T. V is equal to a constant into T. V/T is equal to a constant. രണ്ട് സിസ്റ്റം ആണെങ്കിൽ V1/T1 is equal to V2/T2 is equal to a constant. പാട്ട് പോലും പഠിച്ചില്ലേ? അവഗാഡ്രോസ് ലോ, സിമ്പിൾ ഹംബിൾ. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അത്രയും മാത്രം നിങ്ങൾ ഉദ്ദേശിച്ച് പഠിച്ചിരുന്നാൽ മതി. വോളിയം ഓഫ് എ ഗ്യാസ് V is directly proportional to number of moles. ഇത്രയും പഠിച്ചാൽ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. പിന്നീട് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വരുമ്പോൾ ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് പഠിക്കാം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. 3 ലോസ് ഫോട്ടോ എടുത്ത് വെച്ച് പഠിച്ചു. പാട്ട് പോലെ ഇപ്പം തന്നെ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഇനി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത്രയും ഓർത്തിരിക്കും. നല്ലതൊന്ന് ഒന്നുകൊണ്ടൊന്ന് കേട്ടാൽ പിന്നെ മറക്കത്തേയില്ല ജീവിതത്തിൽ. അന്നേരം അടുത്ത ടോപ്പിക്കിലേക്ക് ഓക്കെ വാ. നമ്മുടെ അടുത്ത ടോപ്പിക്ക് എനിക്ക് ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. എനിക്കതൊന്ന് നേരത്തെ ഞാനൊന്ന് പഠിപ്പിച്ചതാണോ എന്നൊരു സംശയം, എന്നാലും ഒന്നുകൂടെ കിടന്നോട്ടെ. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ആ പേര് തന്നെ ഇല്ലേ, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ. ഇക്വി എന്ന് പറയുന്ന വാക്ക് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈക്വി ഡിസ്റ്റന്റ്, ഫിസിക്സിലും പഠിക്കുന്നുണ്ട്. ഈക്വി പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈക്വി എന്ന് പറഞ്ഞാൽ ഈക്വൽ,
പാർട്ടീഷൻ, ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. എന്തിനെ? എനർജി. അന്നേരം അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതണം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം പഠിക്കാം. ഫോർ എ ഡൈനാമിക് സിസ്റ്റം ഇൻ തെർമൽ എക്വിലിബ്രിയം. തെർമൽ എക്വിലിബ്രിയം ഒക്കെ എന്താണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 സിസ്റ്റം തെർമൽ എക്വിലിബ്രിയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് സെയിം ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചർ ഉള്ള 2 സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? തെർമൽ എക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഫോർ എ ഡൈനാമിക് സിസ്റ്റം ഇൻ തെർമൽ എക്വിലിബ്രിയം the total energy of the system is equally divided among the various degrees of freedom. ഈ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിപ്പിച്ചതാണ് നേരത്തെ. The share of energy of each degree of freedom is calculated as. ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. For a dynamic system in thermal equilibrium, the total energy of the system is divided equally among the various degrees of freedom. എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ടോട്ടൽ എനർജി വേരിയസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയത്തില്ലേ, ഇപ്പം ഒരു 3 മക്കളുള്ള ഒരു കുടുംബം, 9 സെന്റ് ഉണ്ട്, 9 സെന്റ് വസ്തുണ്ട്. എങ്ങനെയായിരിക്കും അവിടുത്തെ അച്ഛനും അമ്മയും വീതം വെച്ച് കൊടുക്കുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 3 സെന്റ് ഒരു മോന് കൊടുക്കും, അല്ലെങ്കിൽ 3 സെന്റ് അടുത്ത ആൾക്ക് കൊടുക്കും, 3 സെന്റ്. കാരണം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സെന്റ് 3 സെന്റ് 3 സെന്റ് ആകെ 9 സെന്റ് അല്ലേ ഉള്ളൂ. അതുപോലെ ഈക്വൽ ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഈക്വൽ പാർട്ടീഷൻ ഓഫ് എനർജി. ആ ദി ഷെയർ ഓഫ് എനർജി ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ആ ഇക്വേഷൻ ആണ് സസ്പെൻസ്, ഒരു സസ്പെൻസും ഇല്ല, ഈസ് ഈക്വൽ ടു ഹാഫ് kBT. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ഈക്വൽ half kBT where kb is called Boltzmann constant. BOLTZMANN എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണോ? ഡബിൾ എൻ എന്ന് പറയാം അല്ലേ? ഡബിൾ എൻ അപ്പോസ്ട്രോഫിസ് Boltzmann's constant and T is the absolute temperature. ഇത്രയും കൊണ്ട് എഴുതി കഴിയുമ്പോണ്ടല്ലോ മാറി പോരും. എന്താണ് ലോ ഓഫ് ഈക്വൽ പാർട്ടീഷൻ ഓഫ് എനർജി? അതിനുള്ള ഇക്വേഷൻ E എന്ന് പറയുന്നത് ടോട്ടൽ എനർജി, ഷെയർ ഓഫ് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി. E is equal to half kBT where kB is the Boltzmann constant and T is the absolute temperature. ഓക്കേ വാ, ക്ലിയർ ആ? അടുത്ത ടോപ്പിക്, അടുത്ത നമ്മുടെ ടോപ്പിക് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ പലയിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ബൈ ആൻ അഡിയാബാറ്റിക് ഐസോതെർമൽ ചേഞ്ചിലും ഐഡിയൽ ഗ്യാസ് എന്താണെന്നും ഒക്കെ പഠിച്ചു. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസ് ലോസും കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നവനാണ് ഐഡിയൽ ഗ്യാസ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനും പറയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും പറയാം. ഇപ്പം നമ്മൾ പഠിച്ച ഗ്യാസ് ലോസ് ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്യാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, ഇപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, V is proportional to 1/P. സംശയമില്ലല്ലോ. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, V is proportional to T. ഇനി ഞാൻ ഈ 2 ലോസും ഒന്ന് കമ്പൈൻ ചെയ്യാം. ഒരു സൈഡ് V ആണല്ലോ, നമുക്ക് V is proportional to 1/P into T. 1/P into T എന്ന് പറഞ്ഞാൽ 1 into T എന്ന് പറഞ്ഞാൽ T. T/P എന്ന് എഴുതാമല്ലോ. V is proportional to T/P. ക്ലിയർ? 1 2 3 4 സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. അടുത്ത ഇങ്ങോട്ട് പോലെ V is equal to proportionality sign വരണമെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. V is equal to constant into T/P. ഈ P യെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. PV is equal to a constant into T. ഓക്കെ, ഈ T യെ താഴോട്ട് ഇങ്ങോട്ട് വന്നാൽ PV/T is equal to a constant. ആ കോൺസ്റ്റന്റ് ഞാൻ ഒരു പേര് കൊടുക്കുക, അപ്പോഴാണ് വളരെ ഇമ്പോർട്ടന്റ്. PV/T is equal to കോൺസ്റ്റന്റ് R എന്ന് കൊടുത്ത് ക്യാപിറ്റൽ R, where R is called, നിങ്ങൾ പറഞ്ഞു, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് തന്നിരിക്കണം. ക്യാപിറ്റൽ R is equal to 8.31 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.31 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഇനി PV/T is equal to R. R നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. PV is equal to RT. If there are n number of moles,
n നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഇതിന്റെ കൂട്ടത്തിൽ n യോട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനാൽ P V is equal to nRT. ഇതാണ് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. P V is equal to nRT. എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നോ ആ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതുക. ഇത് എല്ലാ സ്റ്റെപ്പുകളും ഇൻക്ലൂഡ് ചെയ്ത് ആറിന്റെ വാല്യൂ ഒക്കെ എഴുതി ഒരു 2 മാർക്കിന് മാക്സിമം 2 മാർക്ക്, 3 മാർക്ക് ചോദിക്കുന്നില്ല, 2 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും, സംശയം വേണ്ട. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ക്ലിയർ. അടുത്തതിലോട്ട്. ഓക്കെ, അടുത്ത പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇതിന്റെ പ്രത്യേകത, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 2 മാർക്കിന് 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പോയിന്റ്, അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതി എന്ന് ഇപ്പം തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയാണ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് 4 പോയിന്റ് പഠിക്കുക. കൈനറ്റിക് തിയറിയുടെ ഗ്യാസസിന്റെ പോസ്റ്റ്ലേറ്റ്സ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് 10 പോയിന്റ്, 15 പോയിന്റ്, 20 പോയിന്റ് വരെ എഴുതിയാലും 3 മാർക്ക് കിട്ടത്തുള്ളൂ. 4 പോയിന്റ് എഴുതിയാലും 3 മാർക്ക് 2 മാർക്ക് കിട്ടുകയും ചെയ്യും. അന്നേരം ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ പോയിന്റ്, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. അന്നേരം ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഹാർഡ് ആകാം, സ്മൂത്ത് ആകാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയർ ആകാം. ഫസ്റ്റ് പോയിന്റ് ഇപ്പം തന്നെ പഠിച്ചല്ലോ. മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. ഫസ്റ്റ് പോയിന്റ് കംപ്ലീറ്റ്. സെക്കൻഡ് വൺ, molecules are in a state of random motion. Smaller expression. Random motion, moving with the possible velocities in possible directions. ഇത് റാൻഡം മോഷൻ. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസിന് ഇഷ്ടമുള്ള സ്പീഡിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ സഞ്ചരിക്കാം. അതാണ് റാൻഡം മോഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, റോഡിൽ നമ്മൾ ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സ്പീഡിൽ നമ്മൾ ഒരു 10-25 പേര് ഇഷ്ടമുള്ള അങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്പീഡിൽ ഇഷ്ടമുള്ള സ്പീഡിലും ഇഷ്ടമുള്ള ഡയറക്ഷനിലും ഒക്കെ സഞ്ചരിച്ചാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിഡന്റ് ഉണ്ടാവും, സംശയം വേണം. 2 പേര് വിചാരിച്ചാൽ തന്നെ ആക്സിഡന്റ് ഉണ്ടാവും. അന്നേരം ഈ റാൻഡം മോഷൻ അങ്ങനെ പ്രശ്നമുണ്ട്. അന്നേരം രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് അടുത്ത 2 പോയിന്റ് സിമ്പിൾ ആയിട്ട് പഠിക്കും. അന്നേരം മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ് വിത്ത് പോസിബിൾ വെലോസിറ്റീസ് ഇൻ പോസിബിൾ ഡയറക്ഷൻസ്. ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇഷ്ടമുള്ള വെലോസിറ്റീസിൽ അതിന് സഞ്ചരിക്കാം. അതുകൊണ്ട് അത് റാൻഡം മോഷനാണ്. റാൻഡം മോഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മോളിക്യൂൾസ് എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നോക്കിയേ, ഡ്യൂറിംഗ് ദെയർ മോഷൻ, ഏത് മോഷൻ? റാൻഡം മോഷൻ, they collide with one another and these collisions are elastic. അതുകൊണ്ട് ആ കൊളീഷൻസ് എന്താണ്? ഇലാസ്റ്റിക് ആണ്. അന്നേരം റാൻഡം മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആദ്യത്തത് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ ഓർത്തിരിക്കുക, റാൻഡം മോഷൻ ഓർത്തിരിക്കുക. എന്നിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ റാൻഡം മോഷൻ ആണെങ്കിൽ അവിടെ എന്ത് നടക്കാം? കൊളീഷൻ നടക്കാം എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. എന്നിട്ട് മൂന്നാമത്തെ പോയിന്റ് കിട്ടി. എന്നിട്ട് നോക്കിയേ, ഡ്യൂറിംഗ് ദെയർ മോഷൻ, റാൻഡം മോഷൻ, they collide with one another and these motion collisions are elastic. ഇനി അതുമായിട്ട് കമ്പയർ ചെയ്താണ് അടുത്തത്. നോക്കിയേ, ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ്, സക്സസീവ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുള്ള കൊളീഷൻ നടക്കുകയാണെങ്കിൽ ദി മോളിക്യൂൾസ് മൂവ് ഇൻ സ്ട്രൈറ്റ് ലൈൻസ് വിത്ത് യൂണിഫോം വെലോസിറ്റീസ്. ഇവിടെ മുതൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഈസ് കോൾഡ് ഫ്രീ പാത്ത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത്, അതിന്റെ ഡെറിവേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ബ്രെയിനിൽ എപ്പോഴും കരുതി കറക്റ്റ് ആയിട്ട് പഠിച്ചോളാം. പോസ്റ്റേഴ്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പഠിക്ക് 2 പരീക്ഷ, 3 പരീക്ഷ, ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത്, പോസ്റ്റേഴ്സ്. അന്നേരം അടുപ്പിച്ചുള്ള 2 കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ് ഈസ് കോൾഡ് ഫ്രീ പാത്ത്. ആവറേജ് ഡിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് കൊളീഷൻസ് നടക്കുകയാണ്, അതിന്റെ ആവറേജ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. നമ്മൾ മാർക്കിന്റെ കാര്യം പറയുന്ന പോലെ 1 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആവറേജ് എടുക്കത്തില്ല. 1ൽ കൂടുതൽ മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ 2, 3, 4 അതിന്റെ ആവറേജ് 2 + 3 + 4/3 എന്നൊക്കെ പറയുന്നത്. അന്നേരം ഒരുപാട് കൊളീഷൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ. ലാംഡ വേറെ ഉണ്ട്, നമ്മൾ വേവിൽ നിന്ന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററും ലാംഡ ആണ്. ഇവിടെ മീൻ ഫ്രീ പാത്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ.
ഈ 4 എണ്ണം നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ പഠിച്ച് എന്ന് കേൾപ്പിച്ച് പെട്ടെന്ന് ക്ലാസ്സിലിരിക്കുകയാണ്, വീട്ടിലിരിക്കുകയാണ്, മുറിയിലിരിക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞേപ്പിച്ച്. ഫസ്റ്റ് വൺ, molecules of a gas are hard, smooth and perfectly elastic spheres. ഓക്കെയോ? രണ്ടാമത്, അത് ഏതുതരം മോഷൻ? molecules of a gas are in random motion moving with the possible velocities in possible directions. സിമ്പിൾ. റാൻഡം മോഷൻ ആണെങ്കിൽ എന്ത് നടക്കാം? കൊളീഷൻസ് നടക്കാം. അത് മൂന്നാമത്തെ പോയിന്റ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള 2 കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നവര് ഫ്രീ പാത്ത്സ്. അങ്ങനെ ഒരുപാട് കൊളീഷൻസ് നടക്കുവാണെങ്കിൽ ആ സക്സസീവ് കൊളീഷൻസിന് ഇടയിലുള്ള ആവറേജിനെ പറയുന്ന പേര് മീൻ ഫ്രീ പാത്ത്, ഡിനോട്ട് ലെറ്റർ ലാംഡ. ഈ 4 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 3 മാർക്ക്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീൻ ഫ്രീ പാത്തും ഫ്രീ പാത്തോടെ പഠിക്കാൻ വേണ്ടി കൂട്ടത്തിൽ. 4ാമത്തെ പോയിന്റ് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. സിമ്പിൾ അല്ലേ കൈൻഡ് തിയറി ക്ലാസസ്? ഇതൊക്കെ എന്തോ പാടുണ്ട്. ഇനി ഒരു ടോപ്പിക്കൂടെ നമ്മളിന്ന് പഠിക്കും, ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത്. ഇഷ്ടം പോലെ വർഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, കാണാം. ഇഷ്ടം പോലെ വട്ടം ചോദിച്ചിട്ട് വെക്കുന്ന ക്വസ്റ്റ്യൻ. അതുകൂടെ പഠിച്ച് നമുക്ക് ഇന്ന് നിർത്താം. ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത് പാട്ട് പോലെ നമ്മൾ പഠിക്കും വിത്ത് ഡയഗ്രം. ഓക്കെയോ? അടുത്ത നമ്മുടെ വളരെ 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 ഇമ്പോർട്ടന്റ് ടോപ്പിക്, നമ്മൾ ഫ്രീ പാത്തും മീൻ ഫ്രീ പാത്തും പഠിച്ചതിന് ശേഷം ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത്, ഡിനോട്ട് ലെറ്റർ ലാംഡ. ഈസി ആയിട്ട് പാട്ട് പോലെ നിങ്ങൾ പഠിക്കാൻ പോവാണ്. ഡയഗ്രാം വെരി 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 ഇമ്പോർട്ടന്റ്. മീൻ ഫ്രീ പാത്ത്, ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഡയഗ്രാം മസ്റ്റ് ആയിട്ടും പരിശീലിക്കും. നിങ്ങൾ നോക്കിയേ, ഒരു 3 ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനിടയിലുള്ള ഡിസ്റ്റൻസ് സ്ഫിയറിന്റെ ഡയമീറ്റർ ഡി ആയിട്ട് എടുക്കാം, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഡി ആയിട്ട് എടുക്കാം. മൊത്തത്തിലുള്ള അത് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് സ്മോൾ എൽ ആയിട്ട് എടുക്കാം. അന്നേരം 3 ഗ്യാസ് മോളിക്യൂൾസ് അതിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി. ആ സ്ഫിയറിന്റെ ഡയമീറ്റർ ഡി, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി, അതും ഡി തന്നെ, സ്മോൾ ഡി ആണ്. മൊത്തത്തിൽ ആ ട്രാവൽ ചെയ്ത മോളിക്യൂൾസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ഈ പടം ഒന്ന് കണ്ടു, ഇനി പതുക്കെ ഇക്വേഷനോട് വരാം. വോളിയം ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പൈ ആർ സ്ക്വയർ എൽ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആയതുകൊണ്ട് പൈ ഡി സ്ക്വയർ എൽ എന്ന് എഴുതി. പൈ ഡി സ്ക്വയർ എൽ. വോളിയം ഓഫ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ എൽ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണ്ട. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇഫ് there are n molecules, 3 മോളിക്യൂൾസ് വേണ്ട, ഇഷ്ടം പോലെ മോളിക്യൂൾസ് നിങ്ങൾ എടുത്തു. നമ്പർ ഓഫ് കൊളീഷൻസ് ഈസ് ഗിവൺ ബൈ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ കൂട്ടത്തിൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം പൈ ഡി സ്ക്വയർ എൽ ആണെങ്കിൽ പൈ ഡി സ്ക്വയർ എൽ എൻ. ഓക്കെ. ഇനി മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ മാത്രം ഒന്ന് നിങ്ങൾ കാണാൻ പറഞ്ഞിരിക്കുക. മീൻ ഫ്രീ പാത്ത് ലാംഡ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നതാണ് എൽ ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് ആണ് പൈ ഡി സ്ക്വയർ എൽ എൻ. നല്ല അടിപൊളിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ലാംഡ ഈസ് ഈക്വൽ ടു എൽ, ഡിസ്റ്റൻസ് ട്രാവൽ എൽ ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് പൈ ഡി സ്ക്വയർ എൽ എൻ. എല്ലും വെട്ടിക്കളഞ്ഞു, ബാക്കി എല്ലിലും വെട്ടിക്കളഞ്ഞാൽ ഇവിടെ മണ്ടയ്ക്ക് 1 ഉണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഡി സ്ക്വയർ എൻ. അവിടെ കൊണ്ട് തീരുന്നില്ല, കുറച്ചുകൂടെ എഴുതണം. This equation was deduced or modified by ഇങ്ങനെ തന്നെ എഴുതണം, Clausius and Maxwell, and the final equation is lambda is equal to 1 by root 2. root 2 മാത്രമേ റൂട്ട് ആവുള്ളൂ, root 2 pi d square. ഇത്രയും മതി. 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കണം. 2 or 3 മാർക്ക് ഇഷ്ടം പോലെ ചോദിച്ചതാണ്. സിമ്പിൾ ഡയഗ്രാം വരയ്ക്കാം, കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് വോളിയം ഓഫ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ബൈ ഡി സ്ക്വയർ എൽ. ഇഫ് there are n number of molecules, n number of collisions, the equation become pi d square l n. Mean free path lambda is equal to distance traveled by number of collisions. The distance traveled എന്ന് പറയുന്നത് l ആണ്. The mean free path lambda is equal to l by number of collisions എന്ന് പറയുന്നത് pi d square l n. l cancel ആയി. lambda is equal to 1 by pi d square l pi d square n. Pi d square n. This equation was modified by Clausius and Maxwell, and the final equation becomes 1 by, വളരെ important, root 2. 2 ന് മാത്രം റൂട്ട് കൊടുക്കുക, root 2 pi d square n. സിമ്പിൾ.
ഇങ്ങനെയാണ് പഠിക്കുക. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും ഒറ്റ ക്ലാസ്സിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പ്രഷർ എക്സെപ്റ്റ് ബൈ ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ സിമ്പിളായിട്ട് പഠിക്കാം, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. വെയിറ്റ് ചെയ്ത് പഠിക്കണം, വെയിറ്റ് ചെയ്ത് ക്ലാസ് ചെയ്തിട്ട് പഠിക്കണം. പിന്നെ RMS വെലോസിറ്റി, കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടെ ഒറ്റ ക്ലാസ്. അതുകൊണ്ട് നമുക്ക് തീർന്നതിന് ശേഷം പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ 1 മാർക്ക് നിങ്ങളുടെ ഫിസിക്സിന് പോകത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടി. ഓക്കെ, 100% ഗ്യാരണ്ടി. നന്നായിട്ട് പഠിക്കണം മക്കളെ, നന്നായിട്ട് കഷ്ടപ്പെടണം. ഈ കഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാട്ടി കഷ്ടപ്പെടണം കേട്ടോ. ഓക്കെ, അന്നേരം നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമന്റുകളൊക്കെ ഇടുക, കാരണം കമന്റുകൾ, നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ എനർജി. അല്ല, എന്ത് എനർജിയാണ്? ഒരു എനർജി. മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൺലൈൻ ക്ലാസ്സിൽ ബെസ്റ്റിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും ഒരു നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സ്ആപ്പ് നമ്പർ എൻ്റെ വാട്സ്ആപ്പിനകത്ത് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സിനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ചേരാം, ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് +2 നല്ല മാർക്ക് മേടിക്കുകയും ചെയ്യാം. +1 നിങ്ങൾ ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെന്റ് നല്ല അടിപൊളി മാർക്ക് മേടിക്കാൻ, അത് സംശയം വേണ്ട. വരാം, നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ.